ഹലോ ലേഡീസ് ആൻഡ് ദിയർ ജെന്റിൽമെൻസ്. ലോകതൊല്ലി പടമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പവി കെയർടേക്കർ കാണാമെന്ന് തീരുമാനിച്ചത്. നോക്കിയപ്പോൾ ഒരു കിടിലൻ സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, ഒരുപക്ഷെ കണ്ട അങ്ങ് കണ്ണ് തള്ളിപ്പോണ കിടിലൻ. നമ്മുടെ പവി ഫ്ലാറ്റിൽ പോയി ഒരു മരപ്പെട്ടിയെ പിടിക്കുന്നതാണ് സീൻ. നമ്മുടെ പവിയാണെങ്കിൽ പൊളിയാണ്. തീരുമാനിച്ച ആ കാര്യം നടത്തിയിട്ട് അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാനുള്ള വീട്ടിലാണ് മൂപ്പരുടെ എൻട്രി. മൂപ്പര് ഇത്തിരി ഹൈടെക് ആണ്. ടെക്കി ആയതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ ഉപയോഗിച്ച് നാല് ചുറ്റും സ്കാൻ ചെയ്ത് വീഡിയോ എടുത്ത് മരപ്പട്ടിയുടെ പൊസിഷനൊക്കെ പ്രിസൈസായി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പടി എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തേക്ക് നിന്ന് മരപ്പട്ടിയെ പിടിക്കേണ്ടതാണ്. ഷോ ഇടാൻ പറ്റിയ ടൈമല്ലേ. മൂപ്പര് അങ്ങ് ഫോമിലായി. മൂപ്പര് എന്നിട്ട് ലാഡറിലൊക്കെ കയറി ചെക്കിങ് തുടങ്ങി. മരപ്പട്ടിയെ കണ്ടതും മൂപ്പര് പേടിച്ച് താഴെ വീണത് മാത്രമല്ല, വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി മൂപ്പരുടെ വാക്ക് കേട്ടിട്ട് പുറത്തു പോയി വാതിലടച്ച് അങ്ങേര് പുറത്തിറങ്ങിന്ന്. ഈ സീൻ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് ഫിലിംസിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ പവി കെയർടേക്കർ പിന്നെയും ഫോമില. മൂപ്പര് എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ, ഫിനിഷ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് തപ്പൽ തുടങ്ങി, എവിടെയാണ് ഈ മരപ്പട്ടി ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറമേ ഇരുന്നിട്ട് നോക്കുന്നുണ്ട്, എങ്ങനെ പിടിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിനായി. സാധാരണ പോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഏതാ പറയുക, പഴയൊരു ഫിലിമുണ്ടല്ലോ, പറക്കുന്തളിക, അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കറക്റ്റ് അതിൽ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ കയറി എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ഈ വീട്ടിലും പവി കെയർടേക്കർ അങ്ങ് എടുത്തിട്ടു. വീട്ടിലെല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും തുടങ്ങി എല്ലാ പൊടിയും തലയിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് മൂപ്പര് കളി തുടങ്ങുകയായി. അപ്പോൾ അതുവരെ എല്ലാവരും ഇങ്ങനെ പുറമേ നിന്ന് നോക്കുക. മാത്രമല്ല, പണ്ട് ടോം ആൻഡ് ജെറിയിൽ കണ്ടിട്ടുണ്ടാവണ ഒരുവിധം ഐറ്റംസ് എല്ലാം മൂപ്പര് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എനിക്ക് ശരിയൊന്നുമില്ല. ഞാനിരിക്കുന്നത് എന്ത് കഷ്ടടാ, ഇതെന്ത് മൈരടാ എന്നുള്ള ലെവലിൽ ഞാനിരുന്ന് കാണുന്നു. പോട്ട്, എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ, ഞാനും അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതിൽ മൂപ്പരുടെ പെർഫോമൻസ് ഇനി എങ്ങോട്ടാ പോകുന്നത് എന്നറിയാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ എല്ലാ സാധനങ്ങളും അടിച്ച് പൊള്ളിച്ചിട്ടതിന് ശേഷം മൂപ്പര് ടോം ആൻഡ് ജെറിയിലെ ടോമിൻ്റെ എക്സ്പ്രഷനും കൊണ്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അത് കേക്ക്. ഇനിയിപ്പോൾ കേക്ക് സംരക്ഷിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അടുത്ത പെർഫോമൻസ് മൂപ്പര് തുടങ്ങി. അങ്ങനെ കേക്കിനെ സേഫാക്കി ഇരിക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ കൂടെ ദേ പോണു മരപ്പട്ടി. മൂപ്പര് ചാടി അതിലിരുന്ന്. കുഴപ്പമില്ല, മനുഷ്യരില്ലേ, ചിലപ്പോൾ ചാടിക്കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. എന്താ ചെയ്യുക, മൂപ്പരുടെ അവിടെ അല്ലേ, അങ്ങ് വിശ്വസിക്കേ. അപ്പോഴതാ ദേ വരുന്നു അടുത്ത കമന്റ്. കുണ്ടി കൊണ്ട് കേക്ക് മുറിച്ച്, എൻ്റെ പൊന്നോ, സൂപ്പർ കോമഡിയാ. ആ സന്ദർഭത്തിനനുസരിച്ച് ആൾക്കാരെ ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ ഏൽപ്പിക്കാൻ പറ്റിയ സൂപ്പർ കോമഡി. സാരില്ല, പോട്ടെ. ഒടുവിൽ നമ്മുടെ പവി കെയർടേക്കർ ഒടുവിൽ പിടിക്കുകയാണ് നമ്മുടെ മരപ്പട്ടിയെ. മരപ്പട്ടി ബ്ലോക്കായി. ഹാപ്പി ബർത്ത്ഡേ. രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇതുവരെ പുറത്തു നിന്നിരുന്ന മൊണ്ണ വാതിൽ തുറന്ന് ഉള്ളിൽ കയറിയിട്ട് അടിച്ച് കൊല്ലു ചേട്ടാന്ന് ഒരു ഓളി. അടിപൊളി. അത് കേൾക്കുന്ന പ്രേക്ഷകന്, ഒരു കോമൺ സെൻസ് ഉള്ളൊരു പ്രേക്ഷകന് ഗസ് ചെയ്യുക, അടുത്ത നിമിഷം മരപ്പട്ടി പോയിട്ടുണ്ടാവുന്നു. അങ്ങനെ ഒരു വിധത്തിൽ വീട് മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം ഒരു കോമഡി രംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പവി ദ കെയർടേക്കർ. ഒടുവിൽ ആ മരപ്പട്ടി അപ്പുറത്തെ വാതിലിൻ്റെ വിൻഡോയിലുള്ളിൽ കൂടെ ചാടി പോവാണ്. അതിനുശേഷം പവി കെയർടേക്കറിൻ്റെ മാസീവ് ഡയലോഗ്, ഇതിനുള്ളിലുള്ള നശിപ്പിച്ചതിനെല്ലാം കാശ് ഞാൻ ഗഡുക്കളായി തന്നു തീർക്കാം. കോമഡി കേട്ടിട്ട് എൻ്റെ പൊന്നോ മോനെ സഹിക്കണില്ല. എന്ത് ചെയ്യുക, തല വെച്ച് പോയില്ലേ.
മൂപ്പര് പൊളിയാട്ടോ, എന്തൊട്ട ആക്ടിങ്, അയ്യോ ചിരിച്ച് 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 ഞാൻ പടു കലങ്ങിന്ന് പറയാം. സംഭവം യുഗ യുഗേന്നാണല്ലോ. എന്താ അല്ലേ, പാവം കിടിലം പട, പുള്ളി കാണുക, മസ്റ്റ് വാച്ച്. Happy birthday.